بنا القرآن رباني وعلى في الورى شاني. സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് രണ്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജൂതന്മാർ അല്ലെങ്കിൽ യഹൂദിന്മാർ സിഹിറാക്കിയപ്പോൾ അള്ളാഹു കാവലായിട്ട് ഇറക്കിയ രണ്ട് സൂറത്താണ് ഞങ്ങൾ ഇന്നലെ ചൊന്നെ. അപ്പൊ അത് എല്ലാ വിഷയത്തും കാവലായിട്ടുള്ള രണ്ട് സൂറത്താണത്. അപ്പൊ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഓതിയെങ്കിൽ ഒരുപാട് വിഷയത്തും സിഹിറാവട്ടു അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതൊക്കെല്ലാം കാവൽ കിട്ടുള്ള ഒരു രണ്ട് സൂറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ മുത്തുനബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ സിഹിറാക്കുക പോയിട്ടുണ്ടെങ്കിലും അത് മുത്തുനബിക്ക് ഇങ്ങനെ ചെറിയ രൂപത്തിൽ അതിന് അനുഭവമായോണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹു അങ്ങനെ ഇറക്കി കൊടുത്ത്. അങ്ങനെ ലോകത്തുള്ള ചൊമ്മ അമ്പിയാക്കന്മാർക്കും സിഹിറാക്കിടാറ്, അതുപോലെ അങ്ങനത്തെ വിഷയത്തെ ആൾ മാറിനാർ. ഏതായാലും ഈ സിഹിർ ചൊന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിരുദ്ധമായിട്ട് ശൈത്താന്മാരുടെ രൂപത്തിൽ നിന്നുണ്ടാവണമെങ്കിൽ ഒരു വിഷയമായിട്ട് സിഹിർ. കാരണം പണ്ട് കാലത്ത് അമ്പിയാക്കന്മാർ ഇങ്ങനെ ദീന പ്രബോധനാക്കുമ്പോൾ അങ്ങ് മോചിതത്ത് കാട്ടിക്കൊണ്ടിരുന്നാർ, അത്ഭുതങ്ങൾ കാട്ടിക്കൊണ്ടിരുന്നാർ. അപ്പോ അതുപോലെ ഈ ശൈത്താന്മാർ എന്താക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഈ വഹിയല്ല നബിമാർക്ക് വേണ്ട വഹിയല്ല കട്ട് കേട്ടോണ്ടു, അല്ലെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് മലാക്കന്മാർ മുൻറെ വിഷയെല്ലാം കട്ട് കേട്ടോണ്ടു ശൈത്താന്മാർ എന്താക്കിയെന്നറിഞ്ഞെങ്കിൽ ഈ ലോകത്ത് വന്നിട്ട് ജ്യോതിഷിയാക്കിയ ആൾമാർ അല്ലെങ്കിൽ സിഹിറാക്കിയ ആൾമാർ അങ്ങനെ എന്തെല്ലാം കൂട്ടി കൊടുത്തിട്ട് എന്താ ഒരു വിഷയം നല്ലത് കേട്ടെങ്കിൽ അതിക്ക് 100 വിഷയം കൂട്ടി കൊടുത്തിട്ടു ഇങ്ങനെ ചൊന്നു കൊടുത്തോണ്ടിരുന്നതാണ് സിഹിർ. ആ സിഹിർ ഇങ്ങനെ വ്യാപകമായിട്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ചില ആൾമാർക്ക് എന്തായിട്ട് ഇതിൽ മോചിതത്തേത് സിഹിർ ഏതിട്ട് ഗൊന്താവണ അസാധ്യമായപ്പോ ഇതിലങ്ങ് കൺഫ്യൂഷൻ ആയപ്പോ അമ്പിയാക്കന്മാരെ വിഷയം സ്വീകരിക്കണമോ അല്ല ഇങ്ങനെ ചൊന്നത് വിഷയം സ്വീകരിക്കണമോ രണ്ടും അത്ഭുതമായിട്ടുള്ള നടന്നുകൊണ്ടുണ്ടല്ലേ ചൊന്നിട്ടു അങ്ങക്ക് ഡൗട്ട്സ് എല്ലാം വന്നപ്പോ അങ്ങക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാർഗം കൊടുത്തിട്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു. ഹാറൂത്ത് മാറൂത്ത് ചൊല്ലെങ്കിൽ 2 മലക്കുമാരെ കടത്തിട്ട് അങ്ങനെ സിഹിർ പഠിപ്പാട്ടിട്ട് ആ ജനങ്ങൾക്ക് എന്താക്കിയിട്ട് സിഹിർ പഠിപ്പാട്ടൊക്കെ ചൊന്നു. കാരണം സിഹിർ ഏത് മോചിതത്തേത് ഗൊന്താവണ വേനായിട്ട് അങ്ങനെ അങ്ങട്ടെ ഈ ആറൂത്ത് മാറൂത്ത് സിഹിർ പഠിപ്പാട്ടും അങ്ങട്ടി ചൊന്നിട്ടിന്നാറ് ഇതാക്കിടുത്ത് മഹാപാപ്പായിട്ടിക്കിട്, സിഹിറാക്കിടുത്ത് മഹാപാപ്പായിട്ടിക്കിട്, സബുൽ മൂബിക്കാത്തായിട്ടിക്കിട്, ഹറാമായിട്ടിക്കിട്, ഇങ്ങനെല്ലാം ചൊന്നു കൊടുത്തിട്ടാണ് അങ്ങ് പഠിപ്പാട്ടിത്. കാരണം ഇങ്ങക്ക് മനസ്സിലാവണ വേനായിട്ടായിട്ടിക്കിട്. അപ്പൊ ഈ സിഹിറാക്കിടത് ചൊന്നെങ്കിൽ ഇതിന്റെ ലോകത്ത് ചൊമ്മ ആൾമാർ സിഹിറിന്റെ ഭാഗത്തിലുള്ളാറ്, അതുപോലെ സിഹിറിലായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടുള്ള. ഏതായാലും ഈ സിഹിറാക്കരുത് ഒരിക്കലും ഇസ്ലാം അനുമോദിക്കില്ല, അത് കടുത്ത ഹറാമാണ്. സബുൽ മൂബിഖാത്തിലായിട്ടിക്കിട്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ലൈസ മിന്ന. അങ്ങനെയുള്ള സിഹിറും അതുപോലെ ജ്യോത്സ്യൻ ആൾമാർ, ജ്യോത്സ്യാക്കിയ ആൾമാർ ഇതെല്ലാം ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആൾമാരല്ലാണ്ട് ഒരു ഭാഗത്ത് ചൊല്ലു അമൻ അതാ കായിന ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ. ഒരാള് ജ്യോത്സ്യത്തിന് മുട്ട പോയെങ്കിൽ ആ ജ്യോത്സ്യൻ ചൊന്നെതിരെ ഇങ്ങനെ കേട്ട് വിശ്വസിച്ചിട്ട് വന്നെങ്കിൽ അവൻ എന്തായിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയാണ്ടാണ്. അത് മാത്രമല്ല ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറക്കിയ ഈ ഖുർആന്റെ അവൻ നിഷേധിച്ചാണ്ടായിട്ട് മഹാന്മാർ പഠിപ്പാട്ട്. അതുപോലെ ഇനിയടുത്ത ജ്യോത്സ്യന്റെ മുട്ട പോയ അവൻ ചൊന്നത് വിശ്വസിച്ചിട്ടില്ല, കേട്ടിട്ട് ഇങ്ങനെ തെച്ച അങ്ങനെ ഇന്നെങ്കിൽ പോലും ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല, 40 വർഷം അവന്റെ 40 നാൾ എന്താവും അവന്റെ ഒരു നിസ്കാരം സ്വീകരിക്കില്ല. മാത്രം 40 നാൾക്ക് അവനക്ക് തൗബമില്ലാണ്ടാണ് മഹാന്മാർ പഠിപ്പാട്ടത്. അപ്പൊ അത്രയും വലിയ വിഷയമാണ് സിഹിർ ചൊല്ലത്. അപ്പൊ സിഹിർ ചൊല്ലത് ഒരു മനുഷ്യരെ കൊല്ലുകയും സാധ്യമുണ്ട്. ചില ചൊല്ലാറ് നക്ക് സിഹിർ പണ്ടില്ല അതെല്ലാം വെറുതെ ഉണ്ടാകുന്ന ചൊല്ലാറ്. അങ്ങനെ എന്തില്ല ഇമാമിങ്ങളെല്ലാം ചൊന്നാറ് സിഹിർ വന്നെങ്കിൽ ആക്കിയെങ്കിൽ അങ്ങക്ക് രോഗം വരും, അല്ലെങ്കിൽ അങ്ങ് കടത്തത്തിലാവാറ്, അല്ലെങ്കിൽ അങ്ങ് മരിക്കോ സമയത്ത് സാധ്യമുണ്ടോ. അത്രയും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള വിഷയമാണ്. അത് കടുത്ത രൂപത്തിൽ ഇസ്ലാം എതിർത്തതാണ്. ഐക്കൊല്ല എല്ലാം രക്ഷണയായിട്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസ് അല്ലാഹു തആല ഇറക്കി തന്നത്. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം പഠിച്ച് ജീവിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്തി സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.